ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഫൈനലി ഇതേ ആ ദിവസം വന്നു. ഇതേ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് കാറിലേക്ക് ലഗേജ് ഒക്കെ കയറ്റി നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ലക്ഷദ്വീപിലേക്കാണ് പോണത്. ആക്ച്വലി ഞാൻ കുറെ വീഡിയോയിലായി നിങ്ങളോട് ഗസ് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലക്ഷദ്വീപായിരുന്നു നമ്മൾ ഇത്തവണ വെഡിങ് ആനിവേഴ്സറി ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ അച്ചു ചേച്ചിയും ശ്യാമേട്ടനും ഇവാനും ഉണ്ടായത്. നമ്മൾ കസിൻസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളൊരു ഗ്യാങ് ആയിട്ടാണ് പോയിട്ടുണ്ടായത്. തമ്പു ആണെങ്കിൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. നമ്മൾ എയർ അലയൻസിലായിരുന്നു പോയിട്ടുണ്ടായത് കേട്ടോ. തമ്പൂര് ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തമ്പൂര് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെവിവേദന കാര്യങ്ങളൊന്നും പുള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അവർ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടി വരും എന്നാണ്. പക്ഷെ ആ രണ്ട് സമയത്ത് ഫീഡ് ചെയ്യാനേ പാടില്ല എന്നായിരുന്നു ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറെ ഏത് സമയത്തും ഫീഡ് ചെയ്യാം, ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവന് വലിയ പ്രശ്നം ഉണ്ടായില്ല. അവൻ ലാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഉറങ്ങിയും പോയി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവനെ ഞാനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ എന്തോ അത് മനസ്സിലായില്ല, എന്താണെന്നറിയില്ല. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ സംഭവം, പുതിയൊരു സ്ഥലമാണല്ലോ. ഈ ഒരു വിൻഡോയിൽ കൂടി നമ്മുടെ ലക്ഷദ്വീപ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു. മഴയൊന്നും പെയ്യില്ലേ എന്നാണ്, കാരണം നമ്മൾ മൺസൂൺ ഓഫ് സീസൺ സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തിന് ഒരു മഴ പോലും ഉണ്ടായിരുന്നില്ല. മഴ ഉണ്ടായെങ്കിലും ഞങ്ങളത് ബാധിച്ചില്ല കേട്ടോ. നമ്മൾ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വീട് നമ്മൾ രണ്ടുപേരും കൂടി എടുത്തിരിക്കുകയായിരുന്നു. 2 റൂം ഉണ്ടായിരുന്നു ആ ഒരു വീട്ടില്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു, ഒരു ഹോൾ ഉണ്ടായിരുന്നു, ഒരു കിച്ചൺ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു കേട്ടോ. റൂമും നല്ല റൂമായിരുന്നു. നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ടായിരുന്നു, ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള, അത്യാവശ്യം അല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഒരു അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ റൂമിന്റെ ഒക്കെ വെച്ചിട്ട് നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടായിരുന്നു. നമ്മൾ സ്ഥലമൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഇതായിരുന്നു നമ്മുടെ ഡൈനിങ് ഏരിയ. 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിൽ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ നല്ല അടിപൊളി വാഷ് ബേസിനൊക്കെ ഉണ്ടായി. നമ്മൾ ചെന്നപ്പോൾ നല്ല വയറൊക്കെ പൊരിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് അല്ലോ. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർ നല്ല പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടായി. നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു ഭാഗമാണല്ലോ, അതായത് ഇന്ത്യയുടെ ഒരു ഭാഗം, കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ ഒരു ഭാഗമാണല്ലോ. മെയിൻലി അവിടെ കേരളത്തിലെല്ലാവരും മലയാളമാണല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നണേ ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിന്റെ സമയമായി. അപ്പൊ അവരത് ചോറും നമുക്ക് 2 കൂട്ടര് 2 ഇതായിരുന്നു കേട്ടോ. അവര് വെജ് ആയിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് നോമ്പുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വെജും നമുക്ക് നോൺ വെജും ആയിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. പപ്പടവും മോര് മറ്റേ ചാറുകറിയും മീൻ വറുത്തതും അങ്ങനെ അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ലഞ്ചായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് നാട്ടിൽ കഴിക്കണ അത്ര നമ്മുടെ അത്ര ഇതില്ലെങ്കിലും ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ലോണം കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് അവരുടെ ഫുഡ്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഹാർബർ, അതുപോലെ തന്നെ ലഗൂൺ ബീച്ച്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ നമ്മുടെ ഐറ്റിനറിയിൽ ഉണ്ടായ ഐറ്റംസ്. അങ്ങനെ നമ്മൾ ലഗൂൺ ബീച്ചിലാണ് ഇതുള്ളത് കേട്ടോ. നല്ല രസമായിരുന്നു. തമ്പു ആണെങ്കിൽ അവിടെ മണ്ണിലൊക്കെ കളിക്കാതെ, ഞാൻ അവനെ മണ്ണിൽ കളിക്കാൻ ഫുള്ളി അങ്ങ് അലോ ചെയ്തിരിക്കായിരുന്നു. അവിടെ വന്നിട്ട് അവനെ എൻജോയ് ചെയ്യാണ്ട് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ഹാർബർ ഒക്കെ കാണാൻ പോയി. ഇന്ന് ജസ്റ്റ് ഹാർബർ, ലഗൂൺ ബീച്ച് എന്ന് തന്നെ പറയണമെന്ന് തോന്നുന്നു. ഞാൻ തെറ്റാ പറയണമെങ്കിൽ എന്നൊന്ന് തിരുത്തണം കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തൊരു ഭംഗിയാന്നറിയോ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഒടുക്കത്തെ ലൊക്കേഷനാണ് കേട്ടോ. കടലൊക്കെ ആ നീല കളറിലേക്ക് കാണുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ചാടാൻ തോന്നും. തമ്പുന് പക്ഷേ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ പേടിയായിരുന്നു കേട്ടോ. കുഞ്ഞിന് തീരെ അടിക്കണ കാണുമ്പോൾ നല്ല പേടിയാണ്. ലാസ്റ്റ് ഡേ ആയിരുന്നു അവൻ ആകെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായ. പിന്നെ നമ്മൾ ലാസ്റ്റ് പോയ ബീച്ചില് ഇതുപോലെ ചായക്കട സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു കുഞ്ഞിത്. നല്ല രസമാണ്. എല്ലാം ചെറിയ ചെറിയ കടകളാണ്. നമ്മുടെ നാട് ഒരു 20 വർഷം പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിനുണ്ടായ ഒരു ഭംഗിയില്ലേ, അതായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്, അവിടുത്തെ ലോക്കൽ ഏരിയകളിലെ ഭംഗി. അപ്പൊ നമ്മൾ അവിടെ എന്താണ് മാഗിയും സമൂസയും അങ്ങനെ ചെറുകടികളും ചായയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. നല്ല അഫോർഡബിളും ആയിരുന്നു. പൈസ ഒക്കെ ഭയങ്കര ചീപ്പായിരുന്നു. അത് നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുള്ളി റിലാക്സ്ഡ് ആയി. പിന്നെ നമ്മൾ ബീച്ചിൽ അവിടെ പോയിരുന്ന് കുറെ നേരം തേരയൊക്കെ എണ്ണി മണ്ണിലൊക്കെ കളിച്ചു, തമ്പുമൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും നമുക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത്. അപ്പൊ അവിടെ കയറി എന്തെങ്കിലും അല്ലറച്ചിലുള്ള സാധനങ്ങളോ സ്നാക്സ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു രാത്രി. പിന്നെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വെജും നോൺ വെജും ഉണ്ടായിരുന്നു.
ചപ്പാത്തിയും കറിയും അതുപോലെ തന്നെ ചപ്പാത്തി നോൺ വെജ് കറി ആയിരുന്നു. ആൻഡ് നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും നല്ല പ്രത്യേക ടേസ്റ്റാണ്, അതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്കായിരുന്നു. അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ഡാൻസും പാട്ടും സ്കൂളിലെ പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഒരു സ്റ്റേഡിയം പോലെ സ്ഥലത്തായിരുന്നു ഈ പരിപാടി. അപ്പം ഞങ്ങൾ അവിടെ പരിപാടി ഉണ്ടെന്ന് നമ്മളോട് നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ ഓൾറെഡി വണ്ടി റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ചുറ്റിക്കാണാം. 8 കിലോമീറ്ററോ മറ്റോ അല്ലല്ലോ മൊത്തത്തിൽ അവിടെ. അങ്ങനെ നമ്മൾ അവിടെ കുറെ നേരം പരിപാടിയൊക്കെ കണ്ട് പിള്ളേരുടെ ഒക്കെ ഡാൻസ് കാണുന്നു, എന്ത് അടിപൊളിയായിരുന്നു. പിന്നെ നേരെ വീട്ടിൽ പോയി കിടന്നു. ഇതായിരുന്നു നമ്മുടെ ആക്ച്വലി നമ്മുടെ എന്താ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ ദിവസം കേട്ടോ. സോ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നു. ഞാൻ അവിടുത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാട്ടില്ലെങ്കിൽ ഇടാട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂബ ഡൈവിംഗ് ആയിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, അതിന് വേണ്ടി ഞാൻ ഒടുക്കത്തെ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, വാട്ടർ ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ പോകാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് നമുക്ക് മെഡിക്കലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ അവർ ചോദിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ നേരെ ബോട്ടിന്റെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ബോട്ടിന് നമ്മൾ കടലിന്റെ ഏകദേശം ഒരു നടുഭാഗത്തേക്കാണെന്ന് തോന്നുന്നു, ഏതായാലും ഒരു കാൽഭാഗം വരെ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോകും, എന്നിട്ടാണ് നമ്മൾ സ്കൂബ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് സ്കൂബയിൽ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരികയാണ് കേട്ടോ. തമ്പു ആണെങ്കിൽ എല്ലാം പുതിയതായിട്ട് കാണുന്നതുകൊണ്ട് ഇങ്ങനെ അത്ഭുതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്യാമേട്ടനും കിച്ചാമനും ആയിരുന്നു ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവർ കയറി വന്നിട്ടാണ് നമ്മൾ പോണത്, എന്നാലേ തമ്പുവിനെ പിടിക്കാൻ പറ്റുള്ളല്ലോ. സോ അങ്ങനെ അവരിറങ്ങി. ശരിക്കും നല്ല രസമാണ്. പേടി ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഞങ്ങൾ പിന്നെ ഇപ്പം സ്വിമ്മിങ് പഠിക്കാൻ പോയതുകൊണ്ട് അത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടോ. ഹിജാബിൻ ദേ സ്കൂബ ചെയ്യണ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. നമുക്ക് അവർ അതിന്റെ താഴത്തെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരും കേട്ടോ. നമുക്ക് ഇത് വേറൊരു ലോകം പോലെയാണല്ലോ. നമ്മൾ എന്താ പറയാ, മറ്റേ ചന്ദ്രനിലേക്കൊക്കെ പോണ പോലെയാണല്ലോ, മറ്റേ സീ ലെവലിന് മുകളിലേക്ക് പോണ പോലെയുള്ളോ, സീ ലെവലിന് താഴേക്ക് പോകണം. അതൊരു വേറെ തന്നെ ഒരു ലോകമാണല്ലോ. കുറെ മീനുകളുടെ ഇടയിൽ കൂടി നമുക്കിങ്ങനെ നീന്തിയല്ല അവരിങ്ങനെ കൊണ്ടുപോകും. നമുക്ക് നീന്താനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല അവിടെ. അവരങ്ങനെ നമ്മൾ ചുമ്മാ റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി, നമുക്ക് എല്ലാം പറഞ്ഞു തരും. നമ്മുടെ കൂടെ ഒരാളെപ്പോഴും ഉണ്ടാവും കേട്ടോ. അവരാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരും. അതുപോലെ തന്നെ അതിന്റെ അടിയിൽ കടലിന്റെ അടിയിൽ പ്രത്യേക ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവർ നമുക്ക് അവിടെ വെച്ച് കാണിച്ചു തരും. നമുക്ക് ചില സാധനങ്ങളൊക്കെ കയ്യിലൊക്കെ എടുത്തൊക്കെ തരും. നല്ല രസമാണ്. നമ്മുടെ ഇടയിൽ കൂടി ഇങ്ങനെ മീനൊക്കെ അങ്ങനെ പോകുമ്പോഴേക്കും നമ്മൾ അതിന് വേറെ ഏതോ ഒരു ലോകത്ത് പെട്ട പോലെ ഒരു ഫെയറിറ്റൽ മൂമെന്റ് ആണ് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. എന്തൊക്കെ തരം മീനുകളാണെന്നറിയോ നമ്മുടെ ഈ അക്വേറിയത്തിലൊക്കെ ഉള്ളതൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 0.1% പോലും ഇല്ല, അത്രക്ക് അടിപൊളി മീനുകളാണ്. ഒരു മീനുണ്ടായിരുന്നു, അതിന്റെ ചെവിയിലൂടെ വേറൊരു മീൻ കയറി പോകുന്നു. അങ്ങനെ നമുക്ക് പറഞ്ഞാലും തീരില്ല, അത്രക്ക് രസമാണ് ഈ കടല്. അത് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ പേടി എന്നുള്ള സംഭവം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. അത്രയും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ അവർ നമ്മൾ ഇറക്കുള്ളൂ. പിന്നെ എന്തൊക്കെയാണോ മെഷർ നമ്മൾ എടുക്കേണ്ടത് അതൊക്കെ അവർ പറഞ്ഞുതരും. നമ്മുടെ കൂടെയും ഒരാളുണ്ടാവും കേട്ടോ. അപ്പം കിച്ചാമൻ സ്കൂബ കഴിഞ്ഞ് കയറി വന്നു. ഇനി അടുത്തത് ഞാനായിരുന്നു പോകാനായിട്ടുണ്ടായിരുന്നത്. കയറി വരുന്ന എല്ലാവരും അത്ര അടിപൊളിയാന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നോണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ തൊരമൂത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. ഫുള്ള് നമ്മൾ സെറ്റ് ആക്കിയിട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഞങ്ങള് സ്കൂബ നമ്മൾ സ്വിമ്മിങ് പഠിച്ചുകൊണ്ടിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പേടി ഉണ്ടായിരുന്നില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ത്വരയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടതെന്നൊക്കെ അവർ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരും. വായിൽ വെള്ളം പോയാൽ എന്ത് ചെയ്യണം അതെല്ലാം പറഞ്ഞു തരും. എന്നിട്ട് നമ്മളെ പയ്യെ കൊണ്ടുപോകുള്ളൂ കേട്ടോ. ആദ്യം നമ്മളെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കിടത്തി കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അടിയിലേക്ക് കൊണ്ടുപോകുള്ളൂ. കുറേ നേരം ഒരു 10-15 മിനിറ്റ് മിനിമം നമ്മൾ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ അടിയിൽ. നമുക്ക് ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞും കാണിച്ചും ഒക്കെ ആയിട്ട് കുറെ തരം കോറൽസും കാര്യങ്ങളുണ്ട്. നമ്മൾ കടലിന്റെ മുകളിൽ കാണുന്ന, അതായത് ആ ഒരു ചെറിയ താഴ്ചയിൽ കാണുന്നതിനേലും എത്രയോ രസമാണെന്ന് അറിയും. ഇത് അത്യാവശ്യം കുറച്ച് താഴ്ചയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പലതരം കോറൽസ്, പലതരം മീനുകള്, പലതരം ചിപ്പികള്, അങ്ങനെ പല സാധനങ്ങള്. ശരിക്കും നമുക്ക് എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക, അത് അത്ര രസമാണ്. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ലൈഫിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. ഈ മീനിന്റെ ഒക്കെ ഇടയിൽ കൂടിയൊക്കെ പോകുമ്പോഴേക്കും എന്റെ ദൈവം എനിക്ക് അവിടെ നിങ്ങളുടെ പോരണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കാനുള്ള സെറ്റപ്പിൽ ഇങ്ങനെ തമ്മി നിൽക്കായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ നമുക്കൊരു ലൈഫ് ടൈം മെമ്മറി പോലെ. ഇനി ഞങ്ങളിത് ചെയ്യുമോന്നൊന്നും അറിയില്ല, പക്ഷെ ഇതെന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഹിജാബിന് ഒന്നും കൂടി പോകണം എന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ സ്കൂബ ചെയ്യണതിന് പെർ പേഴ്സന് 3500 രൂപ ആയത് നമ്മുടെ പാക്കേജിലുള്ളതല്ല, അഡീഷണൽ നമ്മൾ കൊടുക്കേണ്ട വരും കേട്ടോ. അത്
പാക്കേജിൽ വരുന്ന ഇതുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പാക്കേജിൽ ഉണ്ടായിരുന്നില്ല. 3500 രൂപയായിരുന്നു നമുക്ക് അവിടെ ആയിട്ടുണ്ടായിരുന്നു. അതിൽ അവര് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരും. ഒരു 10-15 മിനിറ്റ്, ഒരു 20 മിനിറ്റോളം നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും. സീ ലെവലിന് നല്ല താഴത്തേക്ക് പോകും. പിന്നെ നമ്മുടെ കാലൊന്നും മുട്ടിക്കരുത് എന്ന് പറയും. കോറൽസ് ഒക്കെ ചിലപ്പോൾ നല്ല ഷാർപ്പായിരിക്കും, മുറിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അതൊക്കെ അവർ നല്ലോണം നോക്കൂ കേട്ടോ. ഞാനാണ് ഈ മീൻ കണ്ട് ഞാൻ ഈ മീനൊക്കെ പിടിക്കാൻ പോവാണ്. ചില മീനിനെയൊക്കെ എനിക്ക് തൊടാനും പറ്റിയിട്ടാ. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂബയാണ് എനിക്ക് പോയതിൽ ഏറ്റവും ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടായത്. ചെയ്ത് കഴിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷം തോന്നിയ ആക്ടിവിറ്റി സ്കൂബ ആയിരുന്നു കേട്ടോ. അങ്ങനെ പയ്യെ സ്കൂബയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇന്ന് അത് മാത്രമായിരുന്നു ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. നമ്മൾ സ്കൂബ കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായയും റസ്ക് ഒക്കെ തരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർ ബോട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ്. നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കണോ എന്നൊക്കെ ചോദിച്ച് എനിക്കൊരു റസ്ക് ഒക്കെ കൊണ്ട് തന്നിട്ട് ഇങ്ങനെ മീൻ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറേ മീനുകൾ വരും. അപ്പം അങ്ങനെ അതിനെയൊക്കെ അവർ തന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരും. തമ്പു ആണെങ്കിൽ ഭയങ്കര കാര്യത്തിൽ ഒരു റസ്ക് ഒക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരടുത്ത് മാറി മാറി ഇരിക്കുകയാണ്. അവൻ ആരുടെ അടുത്ത് പോയില്ല. സ്ട്രേഞ്ചേഴ്സ് അവൻ ഭയങ്കര എല്ലാവരോടും ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാൻ വെച്ചാൽ അവൻ പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവൻ ആരുടെ അടുത്തും പോയില്ല കേട്ടോ. പിന്നെ അടുത്ത ഞാൻ എക്സൈറ്റഡ് ആണെന്ന് കഴിഞ്ഞാൽ നടുക്കടലിൽ ഞാൻ നീന്തി ഗൈസ്. എനിക്ക് ശരിക്കും അത് ഇപ്പോഴും ഡൈജസ്റ്റ് ആവുന്നില്ല. എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല. താങ്ക്സ് ടു ഞങ്ങളുടെ സ്ലീബ സ്വിമ്മിംഗ് ഹബ്. ഞാൻ നീന്തൽ പഠിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ കടലിൽ നീന്തും എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഞാനവിടെ ബാക്ക് സ്ട്രോക്ക് ചെയ്യുന്നു, ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നു, ബ്രസ്റ്റ് സ്ട്രോക്ക് ചെയ്യുന്നു. അങ്ങനെ പഠിച്ച അടവുകൾ മൊത്തം ഞാൻ ആ കടലിൽ കിടന്ന് പയറ്റായിരുന്നു കേട്ടോ. കയറാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സത്യത്തിൽ ഈ വെയിലടിച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ്റെ നല്ല ഇഷ്യൂ ഉള്ള ആളാണ്. പക്ഷെ അന്ന് എനിക്ക് മൈഗ്രെയിനും വന്നില്ല, ഒന്നും വന്നില്ല. ഞാൻ ഫുള്ളി വെള്ളത്തിൽ അടിച്ച് പൊളിച്ച് വെള്ളത്തിൽ നിന്ന് എനിക്ക് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവസാനം അവരിങ്ങനെ നമുക്ക് പോകാൻ സമയമായി കയറാം എന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ കയറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂബയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് നമ്മുടെ ലഞ്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് 2 തരം ബിരിയാണിയൊക്കെ ആയിരുന്നു. ചിക്കൻ വറുത്തതും ഓരോ ദിവസം ഓരോരോ സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. ഇത് ഇറച്ചിച്ചോറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കണതിൽ നിന്ന് എന്നാൽ നമ്മുടെ ടേസ്റ്റ് ആണോ എന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ആണ്, എന്നാൽ നമ്മുടെ ടേസ്റ്റ് അല്ലെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് അല്ല. അങ്ങനെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് കേട്ടോ. അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങി. നമുക്ക് അന്ന് വേറെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ വലിയ അന്ന് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത ഒരു ബേക്കറി ഉണ്ടായി. അവിടെ പോയി കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ചായയൊക്കെ ഉണ്ടായി കഴിച്ചിട്ട് ഈവനിങ് ആയപ്പോഴേക്കും ഒന്ന് കടലിൽ പോയി. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മൊത്തം കടലാണല്ലോ. അങ്ങനെ കുറച്ചു നേരം അവിടെ പോയി സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പോയ കഴിഞ്ഞ ദിവസം പോയില്ലേ, ഫസ്റ്റ് ഡേ വന്നപ്പോൾ പോയില്ലേ, ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചായക്കടയിൽ പോയിട്ടുണ്ടായില്ലേ, ആ ചായക്കടയിൽ തന്നെ പോയിട്ട് നമ്മൾ പിന്നെയും ചായയൊക്കെ കുടിച്ച് അവിടെ നൈറ്റ് ടൈം ഭയങ്കര അടിപൊളിയായിട്ട് കുറേ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റാണ്. എന്താ പറയാ, ഒരു ഗോവ വൈബൊക്കെ പോലെ തോന്നും നമുക്ക് ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ. ഫുഡും നല്ലതാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി അവിടെ നമ്മൾ തിരിച്ചത്. നമ്മൾ സ്കൂട്ടറിന് വന്നുകൊണ്ടിട്ട് കുഞ്ഞൊക്കെ നനയുമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പയ്യെ പോവാം എന്നുള്ള സെറ്റപ്പായി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയത് ആക്ച്വലി ഞങ്ങളായിരുന്നു. അങ്ങനെ പയ്യെ ഞങ്ങൾ ഇറങ്ങാണ്. അവിടെ നബിദിനത്തോടനുബന്ധിച്ച് ഫുൾ ലൈറ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് സെക്കൻഡ് ഡേയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണാം.